എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ ഇന്നലെ പൈപ്പൊക്കെ വെച്ചു കേട്ടോ മക്കളെ. പൈപ്പൊക്കെ വെച്ചത് മണ്ണൊക്കെ നികത്തി. ഇനി ഈ കിടക്കുന്ന വേസ്റ്റ് മണ്ണുകൾ ഉണ്ടല്ലോ, ബാക്കിയുള്ള മണ്ണ്, ഈ മണ്ണുകളൊക്കെ നമുക്ക് പുറകിലേക്ക് മാറ്റണം. ഇതിൻ്റെ പുറകിൽ എത്ര പോകുന്ന വഴിയുണ്ട്, ബേക്കിൽ. ആ ബേക്കിലേക്ക് ഇതൊക്കെ കൊണ്ടുപോയി ഇടണം. ഇതാണ് ഇന്നത്തെ എൻ്റെ പണി. അതങ്ങോട്ട് നീക്കിയിട്ട് കഴിഞ്ഞതിന് ശേഷമേ ഈ പാറമേറ്റിൽ ഇനിയില്ല, പാറപ്പൊടി ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പാറപ്പൊടി വിരിക്കും. അതാണ് ഇന്നത്തെ എൻ്റെ ജോലി. ഇന്നത്തെ എൻ്റെ തിരക്ക് പിടിച്ച ജോലി അതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യാം. വയ്യ മക്കളെ, വയ്യ. അപ്പോൾ ആ മണ്ണൊക്കെ അവിടെ നിന്ന് നീക്കിയിട്ട മക്കളെ, എല്ലാ മണ്ണും നീക്കി ഇവിടെ പാറപ്പൊടി ഇട്ട് ഉണ്ടോ, ഇവിടെയൊക്കെ പാറപ്പൊടി ഇട്ട് വൃത്തിയാക്കി ഇവിടെയുള്ള എല്ലാ മണ്ണും കെട്ടി ചോന്ന് അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ അതൊക്കെ വൃത്തിയായി നടക്കണ വഴി ഒരു സമാധാനമില്ല അങ്ങനെ കിടന്നപ്പോൾ. അപ്പോൾ അതൊക്കെ ഞാൻ നീക്കം ചെയ്തു. ഇനി ഒന്നും നോക്കണില്ല. ഇത്തിരി കഞ്ഞി കുടിക്കൊക്കെ എടുക്കുന്ന ഒരു പണിക്കും എനിക്ക് വയ്യ. എനിക്ക് അത്ര വയ്യാത്തതായി. ഇനിയപ്പോൾ ഞാൻ കഞ്ഞി കുടിക്കട്ടെ. മക്കളെ വയ്യ, മക്കളെ വയ്യ. ഞാനിപ്പോൾ ഇതേ പണി ചെയ്യുന്നിടത്ത് ഇങ്ങോട്ട് കയറി പിന്നെ ഇനി ഒന്നുമില്ല കേട്ടോ. ഇന്ന് കുറച്ച് കഞ്ഞി കുടിക്കുക, സുഖമായിട്ട് പോയി കിടക്കുക. പിന്നെ എപ്പോഴും എനിക്കണേ അപ്പം എനിക്ക് ഞാൻ ഒന്നും നോക്കിയിട്ടില്ല, മുഖതൊന്നും നോക്കിയിട്ടില്ല. പണിയെടുക്കല്ലേ, പണിയെടുക്കണോടത്തുനിന്ന് കയ്യും കഴുകി ഓടി വന്നിരിക്കുക. നമുക്കൊരു പണിയില്ലല്ലോ. അപ്പോൾ നമ്മളത് നീക്കതേ കഞ്ഞിയിട്ടാ മക്കളെ, കഞ്ഞി ഗ്രീൻ പീസ് കറിയിട്ടാ. അപ്പോൾ നമുക്കൊരു പണിയില്ല. നമുക്ക് അമ്പലത്തിലെ കാര്യം നോക്കണം, വെളിച്ചാൻ വീഴുന്നിട്ടിട്ട് അത് കഴിഞ്ഞ അടുപ്പത്തെ അരിയും കറികളും വെക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഇത് ചെയ്യണം. ഒരു തൂമ്പയ്ക്ക് മണ്ണ് വരാൻ ആരുമില്ല. നമ്മളതിനെ കോരണം, നമ്മളതിനെ എടുക്കണം, നമ്മളെ കൊണ്ടിടണം. അങ്ങനെ അവിടെയൊക്കെ വൃത്തിയാക്കി വയ്യാനി. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണതല്ലല്ലോ. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവും. അപ്പം നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ അത്യാവശ്യ ജോലികളൊക്കെ നമ്മൾ തന്നെ ചെയ്യുക. നമുക്കറിയുന്ന പോലെ നമ്മൾ ചെയ്യാം. ഇന്നിപ്പോൾ ഇന്നലെ 1000 കൊടുത്തൊരാളെ വെച്ചു, ഇന്നും 1000 രൂപ കൊടുക്കണ്ട വന്ന് തന്നെ. അപ്പോൾ നമുക്കറിയണ കാരണം നമ്മൾ തന്നെ ചെയ്യണു, കുഴപ്പമില്ല. ചെറുപ്പത്തിൽ കൂലിപ്പണിക്കൊക്കെ പോയിട്ടുള്ളതാണ്. അങ്ങനെ പോയിട്ടുണ്ടാക്കിയത് എൻ്റെ ഈ ക്ഷേത്രം, എൻ്റെ വിയർപ്പത്. അങ്ങനെയൊക്കെ പോയി പഠിച്ചിട്ടുള്ള കാരണം നമുക്ക് ചെയ്യാലോ. ഒന്നും ചെയ്യില്ലെന്ന് ഇന്നൊരു പരിപാടിയും. കഞ്ഞി വെച്ചോണ്ട് ഗ്രീൻ പീസ് കറി ഉണ്ട്, അത് വേണമെങ്കിൽ വെച്ചാൽ മതി. വയ്യ, ഞാൻ കിടക്കാൻ പോവാ. ഇനി
നാളെ 1-ാം തീയതിയാണ്, ഇടവ മാസത്തിൽ മലയാള മാസത്തിലെ 1-ാം തീയതി. പിറ്റേ ദിവസം വെള്ളിയാഴ്ച, മറ്റന്നാൾ ഗുരുതിയാണ്, മാസഗുരുതി അമ്മയ്ക്ക് കഴിക്കണത്. അപ്പോഴേക്ക് ഇത് വൃത്തിയാക്കി ഇടാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വാട് വിട്ടത്. അപ്പോൾ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നവരൊക്കെയും വഴിപാട് പണം അയയ്ക്കുക. നിങ്ങളുടെ പേരിൽ ഞാൻ ഗുരുതി കഴിച്ച് പ്രാർത്ഥിക്കാം കേട്ടോ. എൻ്റെ നമ്പറിൽ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുക വഴിപാട് പണം, എന്നിട്ട് നിങ്ങളുടെ പേര് നാളെ എന്നെ അറിയിക്കുക കേട്ടോ. അപ്പം ഞാൻ നിങ്ങളുടെ പേരിൽ നാളികാരം കൊണ്ടുവന്ന് വാങ്ങിച്ച് ഗുരുതി പൂജ നടത്തിയിട്ട് മുട്ടിറക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ നമ്പർ 93 88 58 80 32 കേട്ടോ. ആവശ്യമുള്ളവർ മാത്രം വിളിക്കുക, അല്ല എന്നെ ശല്യം ചെയ്യരുത്. എന്തിനും കാശ മക്കളെ. പൂജയ്ക്ക് ഒരു പൂ മേടിക്കണമെങ്കിൽ കൊടുക്കണം 150-200 രൂപ. മാല മേടിക്കണമെങ്കിൽ അതിൽ ഇരട്ടി കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് നിങ്ങൾക്കൊന്നും ചെയ്തു തരാൻ എൻ്റെ കയ്യിലില്ല. കാരണം ഞാൻ ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന ആളല്ല. ഇനിയിപ്പോൾ ഇത് കേൾക്കുമ്പോൾ പറയാം അവനവൻ പുകഴ്ത്തുകയെന്നല്ല, ഞാൻ ഗ്യാരൻ്റി ആയിട്ട് പറയും. കാരണം ആർക്കും വേണമെങ്കിൽ അന്വേഷിക്കാൻ വന്നിട്ട് 30 വർഷമായി ഒരാളാണ് ഇന്ന് ഇങ്ങനെ ഇരിക്കുന്നത്, മനസ്സിലാവണ്ട. അപ്പോൾ അറിയാലോ എത്ര കൊണ്ട് നമ്മൾ സമ്പാദിക്കണമെന്ന്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും വഴിപാടിനുള്ള പൈസ നിങ്ങൾ അയയ്ക്കുക. ഞാൻ മനസ്സ് തുറന്ന് നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്യാൻ പ്രാർത്ഥിക്കാം. ഓക്കെ. അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ, അതുപോലെ കമൻറ്റ് ചെയ്യ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യ്. ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാമോ? ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നത് എങ്കിൽ ഒരു ബെല്ലിൻ്റെ ആകൃതിയിലൊരു സാധനം കാണില്ല, അതൊന്ന് നിൽക്കുക. അതിൻ്റെ അടുത്ത് ഒരു ചുമന്ന വട്ടം വരും, അതൊന്ന് നിൽക്കണേ. എപ്പം നിൽക്കണം? ഒരേ ഒരു പ്രാവശ്യം, പിന്നെ ഒന്നും ചെയ്യരുത്. പിന്നെ നിങ്ങൾ ലൈക്ക് അടിച്ചാൽ മതി, കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പം നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും.